ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. വീക്കെൻഡിൽ ട്രൈ ചെയ്യാൻ പറ്റിയ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഡിഷാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസ്, ബ്രെഡ്, പിന്നെ സാധാരണ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. സ്വീറ്റ് ആൻഡ് സോർ സ്റ്റിർ ഫ്രൈഡ് പോർക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഡെലീഷ്യസ് ആണ്. ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അത് ചേർക്കുമ്പോഴാണ് ഈ കറി ഒരു വെറൈറ്റി ഡിഷായിട്ട് മാറുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിലുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഫ്രിഡ്ജിൽ നമ്മൾ സാധനങ്ങൾ സൂക്ഷിക്കുമ്പോൾ കൂടുതൽ നല്ല ഫ്രഷായിട്ടിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ ചില സാധനങ്ങളുടെ മണം മറ്റുള്ളതിൽ പിടിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ള ടിപ്പൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 500 ഗ്രാം പോർക്ക് ബെല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് അവർ കട്ട് ചെയ്ത് തന്നത് കുറച്ച് വലുതായിട്ടാണ്. ഞാനതുകൊണ്ട് ഒന്നുകൂടി ചെറുതാക്കി കട്ട് ചെയ്യുന്നതാണ്. വളരെ നേരിയതായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. നമ്മളിത് പാനിൽ സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുക്കറിലൊന്നും വേവിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ പോർക്ക് ബെല്ലി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് കുറച്ച് അരിഞ്ഞെടുക്കാനുണ്ട്. അതിന് വേണ്ടി ഞാൻ 2 വലിയ സവാളയാണ് ഇതിൽ ചേർക്കാൻ വേണ്ടത്. അത് കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. തീരെ പൊടിയായിട്ടും വേണ്ട, മീഡിയം അല്ല. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി മാത്രം കിട്ടിയാൽ മതി. അങ്ങനെ വലുതാക്കി കട്ട് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ്. നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുക്കുന്നുള്ളൂ. എരിവുള്ള ഐറ്റംസൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വേണം. പിന്നെ ഒരു കുടം വെളുത്തുള്ളി. ഇതിനകത്തൊരു 10-22 അല്ലിയുണ്ട്, ചെറുതായതുകൊണ്ടാണ്. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 6-7 വെളുത്തുള്ളി എടുത്താൽ മതിയാകും. അത് നമുക്ക് നല്ല പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് നല്ല പൊടിയായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും പൊടിയായിട്ട് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തെടുക്കാം, എന്നിട്ട് മാറ്റി വയ്ക്കാം. ഇഞ്ചി വളരെ കുറച്ച് മതിയാവും കേട്ടോ. വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വാങ്ങിക്കുന്നതൊന്നും ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. അങ്ങനെ ചേർത്താൽ ഈ കറിക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രീൻ അണിയനാണ്. അത് നമുക്ക് വളരെ പൊടിയായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം. ഇതൊക്കെ ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാൻ പറ്റും. നമ്മളിത് വഴറ്റുക, പൊടികളും മൂപ്പിക്കുക, മസാല ഉണ്ടാക്കലൊന്നുമില്ല. ഡയറക്റ്റ് കുക്കിംഗ് ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കുക്കിംഗ് പ്രോസസ്സ് തുടങ്ങുകയാണ്. ഒരു കുക്കിംഗ് പാനിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുക. സവാള, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, പിന്നെ ഇതിലേക്ക് ഗ്രീൻ അണിയൻ അതും കൂടി ചേർക്കുക. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ചേർക്കാനായിട്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അത് ചേർക്കുക. 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ ക്രഷ് ചെയ്തത് ചേർക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ് ചേർക്കുക. പിന്നെ ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ ഉപ്പുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ നല്ലെണ്ണ ചേർക്കുക. എള്ളെണ്ണ, അതായത് സിസമി ഓയിൽ. ഓയിൽ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഹീറ്റിൽ വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്നതിനൊപ്പം ഇത് നന്നായിട്ട് ചൂടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഹൈ ഹീറ്റിൽ നമ്മളിത് കുക്ക് ചെയ്യണത്. നന്നായിട്ട് ചൂടായി കഴിയുന്നത് വരെ നമ്മളിതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും ഇത് കവർ ചെയ്ത് 5 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യുക. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളിതിലേക്ക്, ഞാൻ പറഞ്ഞില്ല ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെന്ന്, അത് ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് കാണിച്ചു തരാം. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് ഞാൻ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത
ക്യാബേജ് അച്ചാറാണ്. ഇത് ചോറിന് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം, സാലഡിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഇത് ആഡിങ് ആയിട്ട് ഉപയോഗിക്കാം, ചില ഡിഷുകളിൽ ആഡിങ് ആയിട്ട് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പോർക്ക് കറിയിൽ ഞാനിത് ആഡിങ് ആയിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. ഇതിൽ ചേർത്തുണ്ടാക്കിയാൽ വളരെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയായിരിക്കും ഇത് പിന്നെ നമുക്ക് ചിക്കനിലും ബീഫിലൊക്കെ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ പ്രോൺസ് ഫ്രൈ, അതുപോലെ തന്നെ സ്ക്വിഡ്സ് ഫ്രൈ ചെയ്യണതിലൊക്കെ നമുക്കിത് ചേർത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പോളം എടുക്കുകയാണ്. 500 ഗ്രാം പോർക്കിനാണ് കേട്ടോ ഞാനിപ്പോൾ 1/2 കപ്പ് ഈ ക്യാബേജ് പിക്കിൾ എടുത്തിരിക്കുന്നത്. ഇതിലൊക്കെ ധാരാളം ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നമ്മൾ പോർക്ക് കറിയിൽ വളരെ കുറച്ച് ഉപ്പ് ചേർത്തത്. പിന്നെ അവസാനം നമുക്ക് നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ റാപ്പ് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുന്നത്. ഇത് റാപ്പ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ ഈ അച്ചാറിൻ്റെ സ്മെല്ല് ഭയങ്കര സ്മെല്ലാണ് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട്. പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആയതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ പുറത്ത് വരും. എന്നിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന മറ്റ് സാധനങ്ങളിലേക്കും ഈ സ്മെല്ല് കയറി പിടിക്കും. പ്രത്യേകിച്ച് പാലിലൊക്കെ ഇതിൻ്റെ സ്മെല്ല് വരും. അത് വരാതിരിക്കാനാണ് സ്മെല്ലുള്ള നമ്മളുടെ ഫ്രൂട്ട്സും അതുപോലുള്ള ഐറ്റംസൊക്കെ ഇതുപോലെ റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ അതുപോലെ ഈ അലുമിനിയം ഫോയിലിൽ റാപ്പ് ചെയ്ത് നമ്മൾ വെജിറ്റബിൾസൊക്കെ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മളെടുത്ത ക്യാബേജ് അച്ചാർ നമ്മൾക്കൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം, വല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് വേണം ഇത് കറിയിലേക്ക് ചേർക്കാൻ. അപ്പോൾ ഞാനിത് നല്ല പൊടി പോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് വീണ്ടും ആ ബൗളിലേക്ക് തന്നെ എടുത്തിട്ടിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ പോർക്ക് കറി വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. മീഡിയം ഹീറ്റിൽ നന്നായിട്ട് ഇത് ചൂടായിട്ടുണ്ട്. കണ്ടോ, പോർക്ക് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ചൂട് കയറുമ്പോൾ വരുന്നത് പോലെ നന്നായിട്ട് അതിൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ക്യാബേജ് പിക്കിൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഓരോ 10 മിനിറ്റിന് ഇടവിട്ടും നമ്മളിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ 30 മിനിറ്റിന് ശേഷം പോർക്കൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നന്നായി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് മൂടി വെച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. 2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ക്യാപ്സിക്കമൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ക്യാപ്സിക്കം കൂടുതൽ വെന്ത് പോകാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയുണ്ട്. അതിന് വേണ്ടി ഞാനൊരു ബൗളിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ചേർക്കുക. നമ്മളുടെ ഡിഷിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുക. മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് വേണം കോൺ സ്റ്റാർച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. കോൺ സ്റ്റാർച്ച് ചേർത്തതിന് ശേഷം 2 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ഇത് ഗ്രേവിയൊക്കെ തിക്കായി പോർക്ക് കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്യും. ഇപ്പോൾ പോർക്ക് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഞാൻ ഗോതമ്പപ്പമാണ് കേട്ടോ കൂടെ കഴിക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീക്കെൻഡിൽ തന്നെ നിങ്ങളെല്ലാവരും ഈ സ്വീറ്റ് ആൻഡ് സോർ പോർക്ക് കറി ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഡെലീഷ്യസ് ആണ്. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.